ട്രെയിൻ യാത്രകൾക്ക് പദ്ധതിയിടുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ടിക്കറ്റ് കിട്ടുക എന്നത്. ഒട്ടുമിക്ക റൂട്ടുകളിലേക്കും ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ടിക്കറ്റ് ലഭിക്കാറില്ല. പിന്നെയുള്ള മാർഗം ഭാഗ്യപരീക്ഷണമായ തൽക്കാൽ ടിക്കറ്റ് റിസർവേഷനാണ്. അധിക തുക നൽകിയാലും ടിക്കറ്റ് ലഭിക്കാത്ത അത്ര തിരക്കാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകളുടെ അവസ്ഥ. അവധിക്കാലത്തും വാരാന്ത്യങ്ങളിലും ഉത്സവ സീസണുകളിലും ടിക്കറ്റുകൾക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണ് താനും. കാലങ്ങളായുള്ള യാത്രക്കാരുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുകയെന്ന ലക്ഷ്യമാണ് പുതിയ പദ്ധതിയിൽ റെയിൽവേക്കുള്ളത്. ഇതിന്റെ ആദ്യ പടിയെന്നോണം 10 പുതിയ ട്രെയിനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഈ ട്രെയിനുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിന് റിസർവേഷൻ ആവശ്യമില്ല എന്നതാണ്. ജനുവരി 21 മുതൽ കൂടുതൽ യാത്രക്കാരുള്ള റൂട്ടുകളിൽ ഇന്ത്യൻ റെയിൽവേ ഈ 10 ട്രെയിനുകൾ ഓടിച്ചു തുടങ്ങി. വിനോദസഞ്ചാരികൾ, സ്ഥിരം യാത്രക്കാർ തുടങ്ങിയവർക്ക് പ്രയോജനപ്രദമാകുന്ന റൂട്ടുകളിലാണ് സർവീസ്. അവതരിപ്പിച്ച എല്ലാ റൂട്ടുകളിലും ട്രെയിനുകൾക്ക് വലിയ പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. പുതിയ ട്രെയിനുകൾ അനുവദിച്ച റൂട്ടുകൾ ഇതൊക്കെയാണ്: മുംബൈ പൂനെ, ഹൈദരാബാദ് വിജയവാഡ, ഡൽഹി ജയ്പൂർ, ലക്നൌ വാരണസി, കൊൽക്കത്ത പട്ന, അഹമ്മദാബാദ് സൂറത്ത്, പട്ന ഗയ, ജയ്പൂർ അജ്മീർ, ചെന്നൈ ബംഗളൂരു, ഭോപ്പാൽ ഇൻഡോർ. അതിനിടെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് താമ്പരം വരെ ആഴ്ചതോറുമുള്ള AC സ്പെഷ്യൽ ട്രെയിൻ പുനലൂർ ചെങ്കോട്ട വഴി റെഗുലർ സർവീസാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. പാലക്കാട് വഴിയുള്ള റൂട്ടിനേക്കാൾ സമയലാഭം കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടും എന്നതുമാണ് ഇതിന് പ്രധാന കാരണമായി യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഓടുന്ന ട്രെയിൻ ഏറെ ജനപ്രിയവുമാണ്. കൊല്ലം പുനലൂർ ചെങ്കോട്ട വഴി നേരത്തെ 2 ചെന്നൈ സർവീസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാത ബ്രോഡ്ഗേജ് ആക്കി മാറ്റിയ ശേഷം കൊല്ലം മെയിൽ മാത്രമാണ് സർവീസ് പുനരാരംഭിച്ചത്. സ്പെഷ്യൽ ട്രെയിൻ റെഗുലർ സർവീസാക്കി മാറ്റുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഉപയോഗപ്രദമാകും. കൊച്ചുവേളി, കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ളവർക്ക് മധുര, തിരുച്ചിറപ്പള്ളി, ശ്രീരംഗം, വില്ലുപുരം, താമ്പരം എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഈ ട്രെയിൻ ഉപയോഗിക്കാം. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ദീപു രവിയാണ് ഇക്കാര്യം പറഞ്ഞത്. പാലക്കാട് വഴിയുള്ള ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാൻ ഏറെ പ്രയാസവുമാണ്. സ്പെഷ്യൽ ട്രെയിൻ റെഗുലർ സർവീസ് ആക്കിയാൽ ആ പ്രശ്നവും മാറിക്കിട്ടുമെന്നും യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. സമയലാഭമാണ് മറ്റൊരു പ്രത്യേകത. പാലക്കാട് വഴിയുള്ള ട്രെയിനുകൾ ചെന്നൈയിലെത്താൻ ഏകദേശം 17 മണിക്കൂർ എടുക്കും. എന്നാൽ നാഗർകോവിൽ വഴിയുള്ള അനന്തപുരി എക്സ്പ്രസ് ചെന്നൈയിലെത്താൻ 13 മണിക്കൂർ മാത്രമാണ് എടുക്കുന്നത്. കൊല്ലം പുനലൂർ ചെങ്കോട്ട വഴിയുള്ള ട്രെയിനുകൾക്ക് ഏകദേശം 16 മണിക്കൂർ മതിയാകും. കൊല്ലത്ത് നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞ യാത്രാസമയം ഒരു ആകർഷണമാണ്. തിരുവനന്തപുരത്ത് നിന്ന് തിരക്കേറിയ പാലക്കാട് മെയിൻ ലൈനിന് ബദൽ റൂട്ടായി പുനലൂർ ചെങ്കോട്ട റൂട്ടിൽ ചെന്നൈ ബംഗളൂരു, സെക്കന്ദരാബാദ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്താൻ റെയിൽവേ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന തരത്തിൽ പുനലൂർ ചെങ്കോട്ട കട്ട് സെക്ഷനിലെ സ്റ്റേഷനുകളുടെ പ്ലാറ്റ്ഫോം നീളം വർദ്ധിപ്പിക്കണമെന്നും പാസഞ്ചർ അസോസിയേഷനുകൾ ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം റെയിൽവേ അനുഭാവപൂർവ്വം പരിഗണിച്ച് യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് യാത്രക്കാരുടെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.